കൽപ്പനകളെ അനുസരിച്ച് ഒരു ദൈവവൈതലായി ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നമ്മൾ ഈ കാണുന്ന ലോകം ഇങ്ങനെ തന്നെ തുടരുമോ, അതോ ഇതിനൊരവസാനമുണ്ടോ? ദൈവവചനം എന്ത് പറയുന്നു എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം പ്രകാരം പറയുന്നു: മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാണുന്ന ലോകം, നമ്മൾ ഈ കാണുന്ന ഭൂമി, നമ്മൾ കാൽ ചവിട്ടി നടക്കുന്ന ഈ മണ്ണ്, ഇവിടുത്തെ സസ്യങ്ങൾ, മൃഗജാലങ്ങൾ, ഇവിടെ കാണുന്ന മനോഹരവും പ്രകൃതി രമണീയമായ എല്ലാം കത്തി ഇല്ലാതെയാകും എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം തൻ്റെ സൃഷ്ടിയിൽ മനുഷ്യന് പാർക്കുവാനായിട്ട് പ്രത്യേകമായി വേർതിരിച്ച് നൽകിയ ഗോളമാണ് ഭൂമി. ഒരു കാലത്ത് ഭൂമി പാഴും ശൂന്യമായി കിടന്നതിനെ ഫലപുഷ്ടിയുള്ളതാക്കി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, മൃഗജാലങ്ങളെ സൃഷ്ടിച്ച്, ലതാദികളെ സൃഷ്ടിച്ച്, പക്ഷിമൃഗാദികളെ എല്ലാം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ അവയ്ക്ക് വസിക്കുവാനായിട്ട് അവസരം കൊടുത്തു. എന്നാൽ ദൈവം ഒരു സമയം ഇതിന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തോടു കൂടി ഇതിൻ്റെ എല്ലാം ഓട്ടവും ചലനവും അവസാനിച്ചതില്ലാതാകുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. മൂലപദാർത്ഥങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. പീരിയോഡിക് ടേബിളിൽ ഭൂമിയിലുള്ള വസ്തുക്കളെ പറ്റി അവർ പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ മൂലകങ്ങളെന്ന് മലയാള ഭാഷയിൽ അതിനെ പറയുന്നു. അങ്ങനെയുള്ള പ്രൈമറി പദാർത്ഥങ്ങളിൽ നിന്നാണ് ഭൂമിയിലുള്ളതെല്ലാം ഉളവായത് എന്ന് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ഉളവായതെല്ലാം കത്തി ഇല്ലാതെയാകുന്ന, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുന്ന, സകലവും വെന്തുപോകുന്ന ഒരു കാലഘട്ടമുണ്ട്. അവ സംഭവിക്കാനുള്ളതാകൊണ്ട് തന്നെ നാം ഭക്തിയുള്ളവരും ഭയമുള്ളവരും മാത്രമല്ല, അതിനു മുമ്പായി വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു കർത്താവ് വാനമേഘങ്ങളിൽ വെളിപ്പെടുന്ന ആ സുദിനത്തിനായി ഭയത്തോടെ ഭക്തിയോടെ കാത്തിരിക്കുന്നവരുമായി തീരണം. ആ തീയിൽ പെട്ടുപോകാതിരിപ്പാൻ, അതിൽ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ ഉള്ള പരിശ്രമം ചെയ്തുകൊണ്ട് ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈ ലേഖനത്തിലൂടെ ദൈവഭക്തൻ നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവിൻ്റെ ആ വരവിൻ്റെ ദിവസത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, ബന്ധപ്പെടുത്തണം, എത്ര വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിക്കുന്നതാണ്, ഇതെല്ലാം തീർന്നു പോകുന്നതാണ്. അതിൽ നാം തീർന്നു പോകാതെ ഇരിക്കണമെങ്കിൽ അതിനു മുമ്പായി ആ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു മനസ്സും ഒരു സമർപ്പണവും ഒരു ഒരുക്കവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ ചില വർഷങ്ങൾക്കപ്പുറം ശാസ്ത്രവും അത് തെളിയിച്ചു കഴിഞ്ഞു. ചില വർഷങ്ങൾക്കപ്പുറം ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരുടെ പഠനമനുസരിച്ച്, അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ഭൂമി കത്തി ഉരുകി ഒരു ചെറിയ ഗോളമായി, കത്തി അവസാനിച്ച് ഏറ്റവും ചെറുതായി മാറി. അത്തരത്തിൽ ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം പ്രകാശം കൊടുക്കാതിരിക്കുന്ന, ഇരുട്ടും അന്ധകാരവും നിറയുന്ന ഒരു കാലഘട്ടം വരാൻ പോകും. അതുകൊണ്ട്
ദൈവവൈദ്യനായി ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ വരവിക്കൽ ചേർക്കപ്പെടുവാൻ ദൈവം നമ്മെ ഏവരെയും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.